സംസ്ഥാന ഗവൺമെന്റിന്റെ സാമൂഹ്യ സന്നദ്ധ സേനയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശലഭോദ്യാനങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രകൃതി സൗഹൃദവും ആകർഷകമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഇടുക്കി രാമക്കൽമേട്ടിൽ ശലഭോദ്യാനം നിർമ്മിച്ചു. പൊതുഭരണ വകുപ്പിന് കീഴിലെ സാമൂഹ്യ സന്നദ്ധ സേനയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശലഭോദ്യാനങ്ങൾ നിർമ്മിക്കുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളെ കോർത്തിണക്കിക്കൊണ്ടാണ് പദ്ധതി നടപ്പാക്കുക. ഇടുക്കിയിൽ ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജിലെ NSS യൂണിറ്റുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മുമ്പുണ്ടായിരുന്ന പ്രകൃതി ഭംഗി അതേപടി നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് പദ്ധതിക്ക് പിന്നിലുള്ളത്. ഇതിനോടൊപ്പം കൂടുതൽ സഞ്ചാരികളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുകയും ലക്ഷ്യമാണ്. ഒന്നാം ഘട്ടമായി രാമക്കൽമേടിൽ ശലഭോദ്യാനം നിർമ്മിക്കുകയും അതിനെ കണ്ടിന്യൂ ആയിട്ട് രണ്ടാം ഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസിൽ ശലഭോദ്യാനം നിർമ്മിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അടുത്ത ഘട്ടമായി 250 പരം NSS വോളണ്ടിയർമാരുള്ള അവരുടെ ഭവനാങ്കണത്തിൽ തന്നെ ഈ ശലഭോദ്യാനം നിർമ്മിക്കാനാണ് ഞങ്ങൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. രാമക്കൽമേട്ടിൽ നിലമൊരുക്കി ചെടികൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ടാണ് ശലഭോദ്യാനം ഒരുക്കിയത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രമല്ല കോളേജിലും 250-ലധികം NSS യൂണിറ്റ് അംഗങ്ങളുടെ വീടുകളിലും ശലഭോദ്യാനങ്ങൾ നിർമ്മിക്കുമെന്ന് NSS ഭാരവാഹികളും വ്യക്തമാക്കി. അടുത്ത ഘട്ടമായി ജില്ലയിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പദ്ധതി നടപ്പാക്കുവാനാണ് സാമൂഹ്യ സന്നദ്ധ സേന ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.